അപ്പം സിനിമയുടെ തുടക്കത്തിൽ ഏറ്റവും കളിക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പം ആ സിറ്റി തന്നെ ഒരു കള്ളനെ നമ്മുടെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. പിന്നെ ആ കള്ളൻ ഒരു പെണ്ണിൻ്റെ തലയിൽ തോക്ക് ചൂണ്ടുകയാണ്. ആ പെണ്ണിനെ കൊല്ലുമെന്ന് പറഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തി. അപ്പം ആ സ്പോട്ടിൽ തന്നെ കള്ളന് നെഞ്ചുവേന വന്ന് അവിടെ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പം അതുപോലുള്ള വേറെ കുറേ കുറ്റം ചെയ്ത കുറ്റവാളികൾ മരിക്കുന്നു. എല്ലാവരും മരിക്കുന്ന ഒരുപോലെയാണ്. പെടഞ്ഞു വീണ് മരിക്കുന്നു, നെഞ്ചുവേന മരിക്കുന്നു. എന്തായാലും കുറ്റം ചെയ്താൽ മാത്രമേ മരിക്കത്തുള്ളൂ. അപ്പം ഇയാളും പെടഞ്ഞു വീണ് മരിക്കുകയാണ്. പിന്നെ ഇയാളെ പോലുള്ള കുറ്റവാളികൾ എല്ലാവരും പെടഞ്ഞു വീണ് മരിക്കുകയാണ്. പിന്നെ ഈ നടന്നു വരുന്ന കുറ്റവാളി കൂടെ നിന്ന് വെറുതെ വിട്ടതാണ്. അപ്പം ഇയാളും കുറഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പം ഇത് ആരാ കൊന്നെന്നെങ്കിലും ഇവർക്കറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുകയാണ്, ഒന്നെങ്കിൽ ഇത് ദൈവമാണ് ചെയ്തത്, ചിലവർ പറയുന്നു ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഉണ്ടെന്ന്. അപ്പം ടി വിയിൽ ഇങ്ങനെ ന്യൂസൊക്കെ വരുവാണ്, എല്ലാവരും പെടഞ്ഞു വീണ് മരിക്കുമ്പോൾ എല്ലാവരും കുറ്റവാളികളാണെന്ന് പറഞ്ഞു. പിന്നെ ചിലവർ പറയുന്നു ഇതിൻ്റെ പിന്നിൽ മനുഷ്യരാണ്. അപ്പം ആ മനുഷ്യന് കിര എന്ന പേരും നിന്ന് നൽകിയവർ. അപ്പം കിഴയെന്ന് നമ്മുടെ ജപ്പാൻ സൈറ്റിലാണ് ട്രെൻഡായി. മരിച്ചു വീണ് എല്ലാവരും കുറ്റവാളികളായതുകൊണ്ട് അവർക്കെല്ലാവരും അതൊരു നല്ല കാര്യമാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ജപ്പാൻ സിറ്റി മൊത്തവും അങ്ങനെ കിരയുടെ പേര് നല്ലോണം ഫേമസ് ആവുകയാണ്. കമ്പ്യൂട്ടറും എല്ലാവരും ചെയ്യുന്ന കിരയെ പറ്റിയുള്ള സംഭാഷണമാണ്. പിന്നെ അങ്ങോട്ട് വാർത്തകൾ മൊത്തം കിര തന്നെ. ജനങ്ങളും എല്ലാം കിരയെ തട്ടി തന്നെ സംസാരിക്കുന്നത്. പിന്നെ വാർത്തകൾ കാണിക്കുന്നത് ബാങ്ക് റോബറിക്ക് വേണ്ടി ആരോ അവിടെ കയറിയെന്നാണ്. അപ്പം ആ ജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ നമ്മുടെ നായകനുണ്ടായിരുന്നു. നായകൻ്റെ പേര് ലൈറ്റ് എന്നാണ്. അപ്പം ഇതാണ് കിര, ഇതാണ് നമ്മുടെ നായകൻ്റെ പേരാണ് ലൈറ്റ്. അപ്പം അവിടുത്തെ ഒരു ബാങ്കിൽ കൊള്ളക്കാർ കയറി എന്നറിയുന്നു. അപ്പം കിരയുടെ ബുക്കിൽ ഡെഡ് കൊണ്ടാണ് ബുക്കിൻ്റെ പേര്. അപ്പം അതിനകത്ത് എഴുതുകയാണ് ആ കുട്ടികളുടെ പേര്. ആ ന്യൂസിൽ ആ കുട്ടികളുടെ പേര് പറഞ്ഞായിരുന്നു. അപ്പം പേരും വയസ്സും മാത്രം എഴുതിയാൽ മതി, ചാവുമാരായാലും. അപ്പം ഇത് ലൈറ്റിൻ്റെ ഫ്രണ്ടാണ്, ഷിയൂർ എന്നാണ് ഇവളുടെ പേര്. നമ്മുടെ ലൈറ്റ് വന്നിട്ട് ലോറും കൂടാണ്. അപ്പം ഇവരുടെ കോളേജ് മൊത്തവും നമ്മുടെ കിരയെ പറ്റിയാണ് ചർച്ച. അപ്പം ഈ ഷിയൂർ ഇതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഷിയൂറി പറയുന്നത് എല്ലാവരും നിയമപരമായിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കുന്നതാണ്. പക്ഷേ ലൈറ്റ് പറയുന്നത് ലൈറ്റിന് ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. ലൈറ്റാണ് ഈ കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടറിൽ നോക്കിയത് കുറേ കുറ്റവാളികളെ വെറുതെ വിട്ടിട്ടുണ്ടെന്നാണ്. പിന്നെ കാണിക്കുന്നത് ഒരു മാസം മുമ്പ് നടന്ന പറ്റിയാണ്. അപ്പം ഇപ്പം ഇവിടെ കാണിക്കുന്നത് ബാറാണ്. അപ്പം ഈ ബാറിൽ തന്നെ കുറേ കുറ്റവാളികൾ ഡ്രിങ്ക്സ് അടിക്കുകയാണ്. അപ്പം അവിടെ ഇരിക്കുന്ന ഒരാളെ കോടതി വെറുതെ വിട്ടു. അപ്പം അവിടെ ഇരിക്കുന്ന അവൻ്റെ കൂട്ടുകാർ പറയുന്നു, നീ കൊന്നവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ കേൾക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ലൈറ്റാണെങ്കിൽ തുടിച്ചു നോക്കുകയാണ്. അപ്പം കള്ളന്മാർ നോക്കുന്നു, നിനക്ക് എന്താണ് ഇത്രയും കടിയുന്നു? അപ്പം നീ എന്താടാ ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ലൈറ്റിനോട് അമ്മ ചൂടായി. അപ്പം ആ വിഷമത്തിൽ നമ്മുടെ ലൈറ്റ് നിയമപുസ്തകം കയ്യിരിപ്പുണ്ടായിരുന്നു, അത് വെള്ളോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പം ഇതേ സമയത്ത് ബുക്ക് അവിടെ കാണുന്നു. അപ്പം അതിൽ ഇവിടെ മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ മാത്രം വെള്ളം വീഴുന്നില്ല. ലൈറ്റ് അതുകൊണ്ട് ലൈറ്റിനെ കണ്ടിട്ട് നിഗൂഢമായി തോന്നുന്നു. ഡെഡ് നോട്ട് ഇതിൻ്റെ പാർട്ട് 2 നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യണേ. സപ്പോർട്ട് പോലെ ആയിരിക്കും ഞാൻ ബാക്കി വീഡിയോ അപ്ലോഡ്